നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കാച്ചിലിനെയാണ്. പന്നിക്കിഴങ്ങ്, കാവുത്ത് എന്നിവയൊക്കെയാണ് ഇതിൻ്റെ മറ്റു പേരുകൾ. ഡിസ്കോറേസിയ കുടുംബത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രനാമം ഡിസ്കോറേസിയ അലാറ്റ എന്നാണ്. തെക്കുകിഴക്കൻ ഏഷ്യയിൽ ഉദ്ഭവിച്ച ഒരു ഭക്ഷ്യവിളയാണ് കാച്ചിൽ. ഇന്ത്യയിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഡെക്കാൻ, കേരളം എന്നിവിടങ്ങളിൽ ഭക്ഷ്യാവശ്യത്തിനായ കിഴങ്ങിനു വേണ്ടി ഇത് കൃഷി ചെയ്യുന്നു. ഇത് പലതരത്തിലുണ്ട്. ഡിസ്കോറേസിയ അലാറ്റ, ഡിസ്കോറേസിയ ഗ്ലോബോസ, ഡിസ്കോറേസിയ പർപ്യൂറ, ഡിസ്കോറേസിയ റൂബല്ല. നീണ്ട ഗോളാകൃതിയിലുള്ളത്, പരന്നു തടിച്ച കിഴങ്ങുകളുള്ളതും കിഴങ്ങുകളിൽ നിറയെ വേരുകളുള്ളതും, വെള്ള, ചുമപ്പ്, പിന്നെ കാട്ടുകാച്ചിൽ തുടങ്ങിയവയാണ് ഇതിൻ്റെ ഇനങ്ങൾ. ഇതിൻ്റെ പച്ചവള്ളികൾ നേരിട്ട് പടർന്നു കയറുന്നതാണ് രീതി. ഇതിൻ്റെ കാണ്ഡത്തിന് 4 കോണുകളുണ്ട്. ഇതിൻ്റെ ഇലകൾ അണ്ഡാകൃതിയിൽ പെട്ടെന്ന് നീണ്ട വാൽത്തണ്ടുകളുള്ളതുമാണ്. ഇതിൻ്റെ ആധാരഭാഗം ഹൃദയാകൃതിയിലാണ്. ഇത് ഏകാന്തര ക്രമത്തിലാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇതിന് 7 മുതൽ 20 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും. ഇതിൻ്റെ പത്രകക്ഷകളിൽ നിന്നും കതിർക്കുലകൾ ഉണ്ടാകുന്നു. അതിന് മഞ്ഞ കലർന്ന വെള്ള നിറമാണുള്ളത്. പുടകമാണ് ഇതിൻ്റെ ഫലം. ചുവപ്പോ വെള്ള കലർന്ന പച്ചയോ ആണ് ഇതിൻ്റെ നിറം. ഇതിൻ്റെ കിഴങ്ങാണ് ശാഖപദാർത്ഥമായി ഉപയോഗിക്കുന്നത്. ആന്ത്രസൈനൻസിസ്, ബി സിസ്റ്റോസ്റ്റിറോൾ, പാമിറ്റിക് ആസിഡ്, സ്റ്റാർച്ച് തുടങ്ങിയവയാണ് ഇതിൻ്റെ രാസഘടകങ്ങൾ. കിഴങ്ങാണ് ഇതിൻ്റെ ഗ്രാഹ്യഭാഗം. ഇത് പ്രമേഹത്തെ ശമിപ്പിക്കുന്നു, കഫത്തെ ശമിപ്പിക്കുന്നു, ബലത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിവരിക്കുന്നതാണ്. ഈ കാച്ചിൽ അല്ലെങ്കിൽ കാവുത്ത് നല്ലൊരു ഭക്ഷ്യയോഗ്യമായ ഒരു ഫലമെന്ന് പറയാം. വളരെ ന്യൂട്രീഷൻ്റെ അതിൽ അന്നജം ധാരാളമുണ്ട്. മാത്രമല്ല നാരുകൾ കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ അത് അധികം കഴിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് മലബന്ധം ഉണ്ടാകും. പക്ഷെ ഇതിന് മിതമായി അത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല എനർജി കിട്ടും, ഈ അന്നജം ധാരാളം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഉപയോഗം ഈ ഉത്സാദനകർമ്മം എന്ന് പറയും ആയുർവേദത്തിൽ. അതായത് ഈ കുഴിയുള്ള വ്രണങ്ങൾ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് ഈ കാച്ചിലിൻ്റെ കിഴങ്ങ് ജാത്യാരി തൈലത്തിൽ മിക്സ് ചെയ്തിട്ട് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുറിയുടെ കുഴി നകന്ന് വരും. പിന്നെ ഇതിൻ്റെ ഈ ഇല, ഈ പഴുതാരി അല്ലെങ്കിൽ കടുന്നലൊക്കെ കുത്തിക്കഴിഞ്ഞതിൻ്റെ ഇല എടുത്ത് അരച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറും. പിന്നെ അതുപോലെ ഇതിൻ്റെ ഈ ഇല അരച്ചിട്ട് കുഴമ്പാക്കിയിട്ട് ഈ നീരുള്ള ഭാഗത്ത് പരട്ടിക്കഴിഞ്ഞാൽ നീരിനെ പെട്ടെന്ന് ഇല്ലാണ്ടാക്കും.